ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു പച്ചി വീട്ടിലെ വിശേഷങ്ങൾ. ഇന്ന് വീണ്ടും ഞങ്ങളൊരു യാത്രാ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 8 ഫ്രൈഡേ ആണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. അതായത് ഒരു ഫ്രൈഡേ, സാറ്റർഡേയും സൺഡേയും, സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ആരുടെയും ജോലിയൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 8 രാത്രിയാണ് നമ്മൾ പുറപ്പെടുന്നത്. നമ്മൾ പോകുന്ന വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടി ഇസൂസിൻ്റെയാണ്. ഇത് ഇന്ത്യയിൽ തന്നെ മൂന്നാമതായിട്ട് ഇറക്കിയ വണ്ടിയാണ്, കേരളത്തിലെ ഫസ്റ്റ്. അത് മാത്രമല്ല, ആ വണ്ടിയുടെ ആദ്യത്തെ ഓട്ടമാണ് നമ്മളുടേത്. അപ്പം മുന്നത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഫസ്റ്റത്തെ ഓട്ടമാണ് നമ്മളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പേടി തോന്നി. എന്നാലും നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ വണ്ടിയിൽ കയറി. അപ്പോൾ അവർ നമുക്ക് അവരുടെ ഫസ്റ്റ് ട്രാവലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സ്വീറ്റ്സൊക്കെ തന്നു. അങ്ങനെ നമ്മളെ നന്നായി വെൽക്കം ചെയ്തിട്ടാണ് വണ്ടിയിൽ കയറ്റിയത്. അവരും നല്ല ഡ്രൈവറായാലും കൂടെയുള്ള ആളൊക്കെ ആയാലും നമ്മളോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ വണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവളെ കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ടാണ്. അവൾക്കൊരു സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു, ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ മധുരത്തോടു കൂടിയാണ് ഞങ്ങളുടെ യാത്രയുടെ തുടക്കം ഉണ്ടായത്. ഈ ലഡു നമ്മൾ ഈ ബസ്സിലെ ഫസ്റ്റ് യാത്ര നമ്മളാണ് എല്ലാവരും കൂടിയിട്ടാണ്. അതുകൊണ്ട് അവർ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് പോയി. ഊട്ടിയിൽ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് ടോയ് ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ടിക്കറ്റ് കിട്ടാതെ തൽക്കാലിലൊക്കെയാണ് നമ്മൾ എടുത്തത്. കൂനൂർ ടു മേട്ടുപ്പാളയം അതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അങ്ങനെ ആ ടോയ് ട്രെയിനിൽ ഞങ്ങൾ അവിടെ നിന്ന് കയറി. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചെല്ലുന്നത് കൂനൂരാണ്. കൂനൂർ നമ്മൾ ഒരു റൂം എടുത്തിട്ട് ഒരു 3-4 റൂം എടുത്ത് നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അപ്പം നമ്മുടെ വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് ട്രെയിനിൽ ചെല്ലുമ്പോഴേക്കും വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവർ അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ നിന്ന് നമ്മൾ കയറി. വണ്ടി കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഒരു 3-4 സീറ്റ് നമ്മൾ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഇടയിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും ആ വന്നവരോട് നമ്മൾ സോറി പറയാണ്. കാരണം ഞങ്ങളുടെ ഒളി ബഹളം കാരണം അവർ യാത്ര എൻജോയ് ചെയ്തോന്ന് അറിയില്ല. കാരണം നമ്മളായിരുന്നല്ലോ കൂടുതൽ മെമ്പേഴ്സ്. നമ്മളതിൽ റീൽസ് എടുക്കുകയും നമ്മുടെ സംസാരം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് അരോചകമായോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുകയും കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ കാണാൻ പറ്റാത്ത ഒരിതാണല്ലോ എന്നുള്ളതിലുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ടോയ് ട്രെയിൻ നമ്മൾ വളരെയധികം ആസ്വദിച്ചു. പല സ്റ്റേഷനിലും അവർ നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ കാണാനായിട്ട് സൗകര്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെടുത്തു. പിന്നെ നമ്മുടെ സീറ്റിൽ ഞങ്ങളിരുന്നിരുന്ന ക്യാബിനിൽ ആരും വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊട്ടടുത്ത് 1-2 ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനെത്തിയപ്പോൾ അവർ ഇറങ്ങിപ്പോയി. പിന്നെ ഇതിൽ കയറിയില്ല. നമ്മുടെ ശല്യം കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടോയ് ട്രെയിൻ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോയിൽ ഡിഫറെൻറ്റ് സ്റ്റേഷൻസും അവിടെ നമ്മളെടുത്ത ഫോട്ടോസും എല്ലാം കാണാൻ പറ്റും.
പറഞ്ഞടി. നീ ആരെയടി പേടിപ്പിക്കുന്നേ? എന്നെയോ? നോക്കട്ടെ.
മേട്ടുപാളയം ടോയ് ട്രെയിൻ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴേക്കും നമ്മുടെ ബസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇസൂസു നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കയറി നേരെ പോയത് നമ്മളെടുത്ത ഹോം സ്റ്റേയിലേക്കാണ്. ഹോം സ്റ്റേയുടെ പേര് വയോമിങ് ഹെറിറ്റേജ് ഹോം സ്റ്റേ. അത് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ നടത്തുന്നതാണ്. അതിൽ ആ ഫുള്ള് ഇത് റിസോർട്ട് നമ്മളെടുത്തിരുന്നു. അതിന് 4 ബെഡ്റൂം അകത്തും 2 പുറത്തുമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു റിസോർട്ട്. ആ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗാർഡൻ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഹോൾ ഊട്ടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പം നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. കാരണം നൈറ്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അത്രയും രസകരമായിട്ട് മൊത്തം ഊട്ടി കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മളവിടെ ഒരുപാട് റീൽസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയും അങ്ങനെ എൻജോയ് ചെയ്തു. നമ്മൾ ഒരു ലഞ്ച് ടൈമിലാണ് എത്തിയത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഫ്രഷായി പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിടത്തേക്ക് ഞങ്ങൾ നീങ്ങി.